വല്ലാതെ രാഷ്ട്രീയം പറയേണ്ടതില്ല എന്ന് ഒരു വിശ്വാസമുണ്ട്. കാരണം രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് ഹരിത രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റി അത് തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊണ്ടും കൊടുത്തും കടന്നു പോകുന്ന ഒരു പ്രദേശം. ലീഗെന്ന് കേൾക്കുമ്പോൾ തന്നെ ആവേശമുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്തു നിന്ന് വരുന്ന പുരുഷ സ്ത്രീകളോടൊക്കെ രാഷ്ട്രീയത്തിന്റെ മുസ്ലിം ലീഗിന്റെ പ്രസക്തിയെക്കുറിച്ച് പറയുന്നത് വല്ലാത്തൊരു ആലോചനമാണ്. പ്രവാസ ലോകത്തെത്തിയിട്ടും ഈ സംഘടിത രാഷ്ട്രീയത്തിന്റെ ഊർജം മനസ്സിലും ചിലകളിലും കയറിയാണ് നിങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഒരു ചെറിയൊരു പ്രദേശത്തിൽ നിന്നും ഇത്തരമൊരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു അനുസ്മരണ സമ്മേളനം നടക്കുമ്പോൾ ആവേശപൂർവ്വം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിലെ അപൂർവ പ്രദേശങ്ങളിലെല്ലാവരും നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് ഇവിടെ പലരും അഭിമാനത്തോടെ പറയാറുണ്ട്, ലീഗ് രൂപം കൊണ്ട കേരളത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം രൂപം കൊണ്ട ജില്ലയിലെ ജില്ല കണ്ണൂർ ജില്ല. ചന്ദ്രിക ദിനപത്രം ജന്മം കൊണ്ട ജില്ല കണ്ണൂർ ജില്ലയാണ്. മഹാനായ KMC സാഹിബിന്റെ പ്രവർത്തന തട്ടകം കണ്ണൂർ ജില്ലയാണ്. ഇതെല്ലാം കൊണ്ട് മുസ്ലിം ലീഗിന്റെ കർമ്മനിരതമായ പ്രവർത്തനത്തിന് എന്നും ആവേശം പകരുന്ന ഒരു ജില്ല എന്ന നിലയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തെ സത്യസന്ധമായും സുതാര്യമായും ജീവിതത്തിലെ ഒരു അനിവാര്യ ഘടകമായി ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ സാംസ്കാരിക ബോധമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ലീഗുകാരാണെങ്കിൽ ലീഗിന്റെ രാഷ്ട്രീയം, മറ്റു രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരുടെ രാഷ്ട്രീയം, അത് എത്ര ആഴത്തിലാണ് കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകരുടെ മനസ്സുകളിൽ രൂഢമൂലമായിരിക്കുന്നത് എന്ന് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു വികാരത്തിന്റെ ബഹിർസ്ഫുരണമാണ് ഇന്ന് എന്റെ മുന്നിൽ കാണുന്ന നല്ല ഒരു സാധ്യത. ഞാൻ ഏറെ വിശാലമായി പറയുന്നത്, ഞാൻ CSC മുഹമ്മദ് സാഹിബിന്റെ അനുസ്മരണ പ്രഭാഷണം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ബഹുമാന്യനായ CSCയെ ഞാൻ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ജനപ്രതിനിധിയായ KV റംല അസീസിന് ഒരു സ്വീകരണമായിരിക്കാം. അപ്പൊ അതിനകത്ത് ഒരു ആശംസകൾ അർപ്പിക്കാം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കണ്ണൂർ ജില്ലയിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാകുന്ന പുരുഷന്മാരെക്കാളേറെ വല്ലാതെ മനസ്സിൽ തീയുമായി ജീവിക്കുന്നവർ നമ്മുടെ സഹോദരിമാർ. നമുക്കൊക്കെ അറിയാം, പുരുഷന്മാർ വീടുകളിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ, പ്രത്യേകിച്ച് രാമന്തലി പോലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന്, അല്ലെങ്കിൽ അതുപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ നെഞ്ചിലേക്കുന്ന ഒരു പ്രദേശത്ത് നിന്നും സംഘടനാ പ്രവർത്തനങ്ങളുമായി ആ വീടുകളിലെ കുടുംബനാഥന്മാർ പുറത്തു പോകുമ്പോൾ നെഞ്ചിൽ തീയുമായി കഴിഞ്ഞുകൂടുന്നവരാണ് നമ്മുടെ സഹോദരിമാരും ഏറെ. കാരണം എന്താണ് അവരുടെ പൊതുപ്രവർത്തനം വഴി സംഭവിക്കുക എന്നതിനെ കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുന്ന സഹോദരിമാരാണ് നമ്മുടെ സമൂഹത്തിലെ ഏറെ. അപ്പോൾ അബ്ദുൽ അസീസിനെ കുറിച്ച് നമുക്കൊക്കെ ഏറെ അറിയാം. ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ട്. ലീഗെന്ന് കേട്ടാൽ മറ്റൊന്നും ചിന്തിക്കാതെ, വരും പരായികളെ കുറിച്ച് മറ്റൊന്നും ആലോചിക്കാതെ, തുച്ഛമായി ശമ്പളം വാങ്ങിയിരുന്ന കാലഘട്ടത്തിലും കഠിനാധ്വാനം ചെയ്യുന്ന കാലഘട്ടത്തിലും മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ തന്റെ ജീവിത പുരുഷനായി സ്വീകരിക്കുമ്പോൾ എന്തുമാത്രം പ്രയാസങ്ങൾ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്ക് ഓരോരുത്തർക്കും പല സജീവ രാഷ്ട്രീയ പ്രവർത്തകർക്കറിയാം. പ്രത്യേകിച്ച് റംല അസീസിന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുരുഷനേക്കാളേറെ, തന്റെ പ്രിയതമനേക്കാളേറെ, അല്ലെങ്കിൽ സഹോദരനേക്കാളേറെ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലെ സഹോദരിമാർ. അവരിൽ ഒരാളാണ് KV റംല. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെക്കാളേറെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഇതുപോലെ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തുന്ന അനേകം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പുരുഷൻ ഒരുപക്ഷെ അബ്ദുൽ അസീസിനെ പല നാളുകളായി എനിക്ക് അടുത്തറിയാവുന്നു. നിങ്ങൾ ഈ പോലെ തന്നെ എനിക്ക് പറയും. അപ്പൊ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ പോലും ഒന്നുകിൽ ഏതെങ്കിലും ഒരു കേസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അദ്ദേഹത്തിന്
സ്വതന്ത്രമായ കുടുംബജീവിതം പോലും പലപ്പോഴും വികാരമായി തടസ്സം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒളിവിലായിരുന്നു പലപ്പോഴും ജീവിതം കഴിഞ്ഞുപോയി. അപ്പോഴും തന്റെ പ്രിയപ്പെട്ടവൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗത്തിൽ തണലും താഴ്മേകി ആ വഴിയെല്ലാം കരുത്തു പകരാൻ കഴിയുന്നത് ഒരു സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീ നമ്മൾ ജനപ്രതിനിധിയാകുമ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനയെക്കുറിച്ച് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഈ സംഘടനയിൽ മറ്റെന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിക്കാതെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള സ്ത്രീകളാണ് നമ്മുടെ ഏറ്റവും അഭിമാനത്തോടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയും അവരുടെ സേവന പ്രവർത്തനം നമ്മുടെ രാമന്തളി പോലെയുള്ള ഒരു പ്രദേശം മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ ഒരു പ്രദേശത്ത് ജനപ്രതിനിധിയായി പ്രവർത്തിച്ച് ആ നാടിന്റെ എല്ലാ രംഗങ്ങളിലും സജീവമായി ഇടപെടുന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് എല്ലാ ഭാവങ്ങളും അർപ്പിക്കുകയാണ്. അവരുടെ ഭാവി പ്രവർത്തനങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു. CSC മമ്മൂസാഹിബിനെ നമ്മളൊരു വാക്കുമായി സൂചിപ്പിക്കണം. മമ്മൂസാഹിബ് വലിയ തലയെടുപ്പുള്ള നേതാവ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുമ്പോൾ ബഹുമാന്യനായ CSC മമ്മൂസാഹിബിന്റെയും കരപ്പാൽ ഉസ്മാൻ സാഹിബിന്റെയും നേതൃത്വത്തിൽ പയ്യന്നൂർ നിയോജകങ്ങളുടെ മുസ്ലിം ലീഗ് ഒരു ആദ്യമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി അന്നും മത്സരങ്ങളൊക്കെ ഉണ്ടാകുക. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയിൽ പലപ്പോഴും മത്സരങ്ങൾ ഉണ്ടാവാം. ആ മത്സരങ്ങളിൽ ബഹുമാന്യനായ CSCയും കരപ്പാലും പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഞങ്ങളെ രാമന്ത്രിയേക്കാളേറെ പ്രഗത്ഭമായ ഒരു പഞ്ചായത്തിന്റെ പ്രതിനിധിയായി കടന്നു വന്ന ഞങ്ങളൊക്കെ അന്ന് ഞങ്ങളുടെ ആളുകൾ മത്സരിച്ചപ്പോൾ പോലും ഞങ്ങളുടെ വോട്ടുകൾ അന്ന് CSC മമ്മൂസാഹിബിനും കരപ്പാർക്കും നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോഴും ഈ അടുത്ത കാലങ്ങളിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോയപ്പോൾ പഴയ കാലത്തെ പ്രിയപ്പെട്ട കരപ്പാത്ത് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ അതിന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ അദ്ദേഹം അയച്ചുകൊണ്ടിരുന്ന ഈ യോഗത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള കാർഡ് സമ്പ്രദായം നമുക്ക് യുവജനങ്ങളിൽ ആദ്യമായി നടപ്പിലാക്കുകയാണ്. ആ കാർഡ് വെച്ചിലെ കോപ്പികൾ ഇപ്പോഴും ഞാൻ വളരെ ഭദ്രമായി സൂക്ഷിക്കുകയും അത് സംഘടനാ പ്രവർത്തനമുണ്ട് ഇവരുടെയൊക്കെ ഒരുപാട് നല്ല വശങ്ങളൊക്കെ സ്വാംശീകരിക്കുവാനും അവയോടൊപ്പം ചേർത്ത് പ്രവർത്തിക്കുവാനും ഭാഗ്യമുണ്ട്. അന്ന് കണ്ടെത്തിയ ഒരു വലിയ നേതാവ് ഞങ്ങൾക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ വേണ്ടി കഴിയാത്ത രീതിയിൽ തലമുയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവായിരുന്നു ബഹുമാന്യനായ CSC മമ്മൂസാഹിബ്. രാമന്തളിയുടെ സർവമാന വികസന പ്രവർത്തനങ്ങൾ രാമന്തളിയിൽ എന്തുമാത്രം പുരോഗമന പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങളുടെയൊക്കെ പിന്നിൽ കരുത്തോടെ പ്രവർത്തിക്കുകയും എന്നാൽ എവിടെയും ഞാനാണിതൊക്കെ ഉണ്ടാക്കിയത് എന്ന് വിളിച്ചു പറയാതെ വിനയാന്വിതരായ ഒരു സാധാരണ പ്രവർത്തകരോട് പോലും മാന്യമായും സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും സ്വീകരിച്ചിരുന്ന ഒരു വലിയ നേതാവ്. കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും നേതാക്കളെ നമുക്കറിയാം. സഹപ്രവർത്തകരോട് പുഞ്ചിരിക്കാൻ പോലും മടി കാണിക്കുന്ന വൈമനസ്യം കാണിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തന രംഗത്ത് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ അവരെ എങ്ങനെ രാഷ്ട്രീയ രംഗത്ത് തന്നെ ഗളച്ചേർന്ന് നടത്താം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തിനിടയിൽ CSC പോലെ തലകെട്ടിപ്പിടിക്കുന്നത് എത്ര ഉയർത്തി നിൽക്കുമ്പോഴും ഞാൻ ഒത്തുപോവുകയാണ്. ഒരു വാഹനജാതീയമായ രാമന്തളി പ്രദേശത്തെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഒരു വാഹനജാഥ. ആ വാഹനജാഥ രാമന്തളിയിൽ എത്തിയപ്പോൾ പല ജില്ലകളിൽ നിന്നും എത്തിയ MSF നേതാക്കൾ ഒരു സാധാരണക്കാരനായ ഒരു വലിയ രൂപധരിച്ച CSCയെ കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇത് ആ പ്രദേശത്തെ അറിയില്ല. അദ്ദേഹത്തോട് പറഞ്ഞ ഒരു പാക്കറ്റ് സിഗരറ്റ് വേണം എന്ന് പലപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിച്ചിട്ടുണ്ട്. CSC ഞാൻ ഇന്നയാളാണ് എന്ന് പരിചയപ്പെടുത്താതെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഒരു ജാഥ പ്രദേശത്തെത്തിയപ്പോൾ ആ നേതാക്കളെ ഒരു വിദ്യാർത്ഥി പ്രതിനിധി ഒരു പാക്കറ്റ് സിഗരറ്റ് വേണമെന്ന് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വൈമനസ്യവും കാണിക്കാതെ അടുത്ത കടയിൽ പോയി സിഗരറ്റ് വാങ്ങിയ ചെറുപ്പക്കാരെ MSF പ്രവർത്തനം നൽകാൻ പോലുള്ള ഹൃദയ വിശാലത മാനസികമായ വളർച്ച ഈ ആധുനിക കാലഘട്ടത്തിലെ പുതിയ തലമുറയിലെ എന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരു പഠന വിധേയമാക്കണം എന്ന് CSCയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഞങ്ങൾ വല്ലാതെ എവിടെയാണെങ്കിലും CSCയെ പലപ്പോഴും ഇന്നത്തെ പോലെ സാമ്പത്തികമായ അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടം. 77 വലിയ രാഷ്ട്രീയ പ്രവർത്തനം പയ്യന്നൂർ പോലെയുള്ള വളരെ മുസ്ലിം ലീഗ് പ്രവർത്തനം നടത്തുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നേതാക്കൾ പല കൗൺസിലുകളിലും അവിടെ എത്തിച്ചേരുമ്പോൾ പയ്യന്നൂർ പട്ടണത്തിലുള്ള ടോപ്പ് സ്റ്റാർ ഹോട്ടൽ അത് തലയെടുക്കുന്ന ഹോട്ടൽ
ആ ഹോട്ടലിലേക്ക് പ്രഭാത ഭക്ഷണത്തിനായി ഞങ്ങളെയൊക്കെ വിളിച്ചു കൊടുക്കും. അങ്ങനെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുഴുവൻ പണവും അവർ അടച്ച് ബില്ല് വാങ്ങുന്നത് അത് പാർട്ടിയുടെ കണക്ക് അക്കൗണ്ട് പുസ്തകത്തിൽ എഴുതിച്ചെടുക്കുവാനോ അങ്ങനെ എഴുതിച്ചെടുത്തതിന് ശേഷം അത് പറഞ്ഞ സ്ഥാനം നേടുവാനോ വേണ്ടിയല്ല, പകരം തന്റെ ജീവിതത്തിലെ എല്ലാമെല്ലാമായ പ്രസ്ഥാന പ്രവർത്തകരോടൊപ്പം തന്റെ സമ്പത്തും തന്റെ ആരോഗ്യവും തന്റെ ചിന്തയും തന്റെ ജീവിതവും ഒക്കെ സമർപ്പിക്കുന്ന ഒരു വലിയ മനസ്സിലുടമയാണ് ബഹുമാനിയായ CSക്ക് ശേഷം രാമന്തളി മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ എവിടെയൊക്കെ പാർട്ടിക്ക് ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ നിരവധി സഹായങ്ങളും സഹകരണവും ചെയ്യുകയും ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുകയും കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിൽ തലയെടുപ്പോടെ നേതൃത്വം നൽകുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനെ ഓർമ്മിക്കപ്പെട്ട അദ്ദേഹത്തിന് ജന്മം നൽകിയ ഒരു പ്രദേശത്തുള്ള പ്രവർത്തകർ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുള്ളതും സന്തോഷിക്കും. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ റോഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രവർത്തിച്ച നേട്ടങ്ങൾ അതുപോലെ പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടാക്കിയെടുക്കാൻ നടത്തിയ പ്രവർത്തനം ഒക്കെ ഏത് രംഗത്തായാലും മതരംഗത്തായിരുന്നാലും ഇത് രാമന്തൽ നമ്മുടെ പ്രദേശത്ത് മുസ്ലിം പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഔന്നത്യം നൽകുന്ന ഒരു പ്രദേശമാണ്. ആ വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആ മുസ്ലിം പ്രദേശത്തിന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മഹാനായ CH മുഹമ്മദ് ബയാസ് സാഹിബ് കേരളം എക്കാലഘട്ടത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകള് അവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ഒരു വിദ്യാലയം പണിതുയർത്താൻ ശൂന്യതയിൽ നിന്നും ഒരു വിദ്യാലയം പണിതുയർത്തി ഒരു നാടിന്റെ വെളിച്ചമാകുന്ന വിളക്കുമാടമാക്കി മാറ്റിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് CSC. ആ CSCയുടെ ഓർമ്മകൾക്കൂടെ അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അള്ളാഹു അനുഗ്രഹപൂരിതമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിന് നിങ്ങളോടൊക്കെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും പ്രിയപ്പെട്ട റാംദാസിനും അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ രാമന്തളി മുസ്ലിം യൂത്ത് സെന്റർ എന്ന നമ്മുടെ അബുദാബിയുടെ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ വിചാരവും ഒപ്പിയെടുത്തുകൊണ്ട് നിരവധി നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നും പ്രവർത്തനരംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തകന്റെയും വേദനയെയും ദുഃഖത്തെയും സന്തോഷത്തെയും അത് തങ്ങളുടേതും കൂടിയാക്കി മാറ്റുകയും അതിലൊക്കെ അണിഞ്ഞുചേരാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാമന്തളി മുസ്ലിം യൂത്ത് സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ എല്ലാ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ അള്ളാഹു ഇനിയും ഉത്തരവത്തരം വളരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ജയ് മുസ്ലിം ലീഗ്.